എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഒരുപാട് ആളുകളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള KFC സ്റ്റൈൽ റൈസ് ബൗളാണ്. ഈ ഒരു വീഡിയോയിൽ റൈസിൻ്റെ റെസിപ്പി മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പോപ്കോൺസിൻ്റെ റെസിപ്പി അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റൈസ് റെസിപ്പിയാണ് ഇത്. കറികളൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ഈസി റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 2 പേർക്ക് സെർവ് ചെയ്യാവുന്ന കണക്കിനാണ് ഈ ഒരു റെസിപ്പി ചെയ്തിട്ടുള്ളത്. 1 കപ്പ് ലോങ് ഗ്രെയിൻ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഏത് ബ്രാൻഡിൻ്റെയും ലോങ് ഗ്രെയിൻ റൈസ് എടുക്കാം. നീളമുള്ള അരിയാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ കഴുകിയതിന് ശേഷം കുറച്ചധികം വെള്ളത്തിൽ കുതിർത്തി വെക്കണം. ഏകദേശം ഒരു 30 മിനിറ്റ് നേരം നല്ലതുപോലെ കഴുകിയതിന് ശേഷം കുതിർത്തി വയ്ക്കാം. 30 മിനിറ്റ് നേരം കുതിർത്തിയ അരി കുറച്ചധികം വെള്ളത്തിൽ വേവിച്ചെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിലും ചേർത്ത് വേണം വേവിക്കാൻ. വേവിച്ചതിന് ശേഷം ഒന്ന് ഊറ്റി വയ്ക്കാം. സാധാരണ ഫ്രൈഡ് റൈസിനൊക്കെ റൈസ് തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ് തയ്യാറാക്കേണ്ടത്. ഈ ഒരു റൈസ് തയ്യാറാക്കാൻ ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് ഒരു 25 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുക. 2 പേരുടെ അളവാണ് പറയുന്നത്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ചേർക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബട്ടർ ഒന്ന് ബേൺഡായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ചേർക്കുന്നത്. ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 10 അല്ലി ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം. 10 ഏലക്കായ ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഭാഗവും ഇതുപോലെ തന്നെ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്ന മസാല ഓപ്ഷണലാണ്. നിങ്ങളുടെ അടുത്ത് മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ ഒരു മാഗി ക്യൂബ് ചേർക്കാം. മാഗി ക്യൂബ് ഇല്ലാത്തവരാണെങ്കിൽ ഏതെങ്കിലും ഒരു ഗരം മസാലയോ ചിക്കൻ മസാലയോ, ഇനി അതല്ല കപ്സ, മന്തി മസാല, ഏതെങ്കിലും ഒരു മസാല ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ചേർത്തിട്ടുള്ളത് കപ്സ മസാലയാണ്. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. നല്ലൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി ആ ഒരു പച്ച സ്മെല്ലെല്ലാം മാറിയതിന് ശേഷം കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാം. ചോറ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ ആദ്യം ചോറ് വേവിച്ച് വെക്കാതെ തന്നെ ചോറ് ഇതിൻ്റെ കൂടെ അരിയിട്ട് വേവിച്ചെടുക്കണമെങ്കിലും വേവിച്ചെടുക്കാവുന്നതാണ്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതിയാവും. ഈ ഒരു മസാല എല്ലാം തയ്യാറാക്കിയിട്ട് അതിലേക്ക് അരിയിട്ട് വേവിച്ചെടുത്താലും മതിയാവും. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കി കൊടുത്തതിന് ശേഷം അടച്ച് വയ്ക്കുക. ഏറ്റവും ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പോഴേക്കും ആ ഒരു മസാലയും എല്ലാം അതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കിട്ടിയിട്ടുണ്ടാവും. 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ കറക്റ്റായിട്ട് നല്ലൊരു സ്മെല്ലുണ്ടാവും. ആ ഒരു KFC റൈസ് ബൗളിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വളരെ ഈസിയാണ്. ചോറെല്ലാം നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റൈസാണ്. നല്ല പെർഫെക്റ്റ് ആണ്. ഇതിൻ്റെ കൂടെ കറികളൊന്നും ആവശ്യമില്ല. ഇത് മാത്രമായിട്ട് തന്നെ കഴിക്കാം. എന്തെങ്കിലും ഒരു ടൊമാറ്റോ കെച്ചപ്പ് കൂടി സൈഡായിട്ട് കഴിക്കാവുന്നതാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ KFCയിലൊക്കെ നമ്മൾ റൈസ് ബൗൾ വാങ്ങുമ്പോൾ കൂടെ പോപ്കോൺ ചിക്കനാണ് അവർ സെർവ് ചെയ്യുന്നത്. അപ്പോൾ പോപ്കോൺ ചിക്കൻ്റെ കൂടെയും ഈ ഒരു റൈസ് അടിപൊളി കോമ്പിനേഷനാണ്. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു കോംബോയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. KFC സ്റ്റൈൽ പോപ്കോണിൻ്റെ റെസിപ്പി ഉറപ്പായിട്ടും അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.